മോർണിംഗ്. ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 13, 14, 15 വാക്യങ്ങളൊന്ന് വായിക്കട്ടെ. ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളുമാകേണ്ടതിന് എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കും. കർത്താവ് നമ്മെ രക്ഷിച്ചു. തൻ്റെ കൃപയാൽ, ദൈവത്തിൻ്റെ ആത്മാവിനാൽ, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ സൗജന്യമായി നമ്മെ നീതീകരിക്കുകയും നമ്മെ രക്ഷയിലേക്ക് നയിക്കുകയും ചെയ്തു. അത് നമ്മുടെ പ്രവൃത്തികൾ കാരണമല്ല, സൗജന്യമായി നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ച ഒരു ദാനമാണ് രക്ഷ. രക്ഷ എന്നത് ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനമെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. എന്നാൽ രക്ഷിക്കപ്പെട്ടവർക്ക് ചില കടമകളും ഉത്തരവാദിത്തങ്ങളുമുണ്ട്. അതാണ് 14, 15 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. വക്രതയും കോട്ടവുമുള്ള തലമുറയിൽ, ദുഷ്ടലോകത്തിൽ, പാപത്തിൽ അടിമപ്പെട്ട ലോകത്തിലും പാപത്തിന് അധീനമായ ശരീരത്തിലുമാണ് നാം ഈ ജീവിതം കഴിക്കുന്നത്. പാപത്തോട് ഓരോ ദിവസവും നമുക്ക് പോരാടേണ്ടതായിട്ടുണ്ട്. നമ്മുടെ മരണം വരെയും നമ്മുടെ രക്ഷ നിലനിർത്തിക്കൊണ്ട്, ആ രക്ഷയ്ക്ക് അനുസൃതമായ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് നാം ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിനുള്ള മാർഗനിർദ്ദേശമാണ് അപ്പോസ്തലനായ പൗലോസ് ഈ വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ പറയുന്നത്, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ മധ്യത്തിൽ ജീവിക്കുന്നുവെങ്കിലും നിങ്ങൾ എങ്ങനെയായിരിക്കണം? നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും ആയിത്തീരണം. അതിനുള്ള അടുത്ത ചുവടുവയ്പ് എന്തായിരിക്കണം എന്നാണ് തുടർന്ന് പറയുന്നത്. അങ്ങനെ ആയിത്തീരേണ്ടതിന് നിങ്ങൾ എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യും. ദൈവം കൽപ്പിക്കുന്ന കാര്യങ്ങൾ, ദൈവവചനത്തിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്ന കാര്യങ്ങൾ, അത് ദൈവത്തോട് വാദിക്കാതെ, ദൈവം അനുവദിച്ചു തരുന്ന സാഹചര്യങ്ങളിൽ പിറുപിറുക്കാതെ, അത് ദൈവഹിതപ്രകാരമാണെന്ന് മനസ്സിലാക്കി ദൈവത്തിന് കീഴ്പ്പെട്ട് അതനുസരിക്കുന്നവരായിരിക്കാൻ, അത് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കും. മാത്രമല്ല, ഈ വക്രതയും കോട്ടവുമുള്ള ജനത്തിൻ്റെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണം. ഈ ഇരുണ്ട ലോകത്തിൽ, ദുഷ്ടത നിറഞ്ഞ ലോകത്തിൽ ദൈവത്തിന് വേണ്ടി ജ്യോതിസുകളായി നാം പ്രകാശിക്കണമെങ്കിൽ ജീവന്റെ വചനം പ്രമാണിക്കണം. ആ വചനമാണ് 66 പുസ്തകങ്ങളിലൂടെ നമ്മുടെ കൈകളിൽ ലഭ്യമായിരിക്കുന്ന ദൈവവചനം. ഈ ജീവന്റെ വചനം നാം പ്രമാണിക്കണം. ഇതിലെ ഓരോ വാക്കും അനുസരിക്കുവാൻ നാം കടംപെട്ടവരാണ്. എൻ്റെ വചനം പ്രമാണിക്കുന്നുവെങ്കിൽ ഞങ്ങൾ അവനോടുകൂടെ വന്ന് വാസം ചെയ്യുമെന്നാണ് കർത്താവ് വാഗ്ദത്തം ചെയ്തത്. ഈ വചനം പ്രമാണിക്കുന്നവരെ ശക്തിപ്പെടുത്താനും വഴി കാണിച്ചു കൊടുക്കുവാനും അവർക്ക് ആവശ്യമായ ആലോചന കൊടുക്കുവാനും പിതൃപുത്ര പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മിൽ വന്ന് വസിക്കും. പരിശുദ്ധാത്മാവ് നമ്മെ സകല സത്യത്തിലും വഴി നടത്തും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് കൂടെ ഇരുന്ന് നമുക്ക് വേണ്ടതായ ആലോചനയും കൃപയും ഒക്കെ പകർന്നു തരും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകും. ഈ ദൈവവചനം പ്രമാണിക്കണമെങ്കിൽ നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ട് നമുക്ക് സാധ്യമല്ല. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ, കർത്താവിൻ്റെ കൃപയിൽ നാം ആശ്രയിക്കുമ്പോൾ അതിന് നാം പ്രാപ്തിയുള്ളവരായിത്തീരും. ഈ വചനം നാം ഇന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നാം പ്രവർത്തിക്കുന്നതല്ല, എന്നാൽ അതിലുപരി നാം രക്ഷിക്കപ്പെട്ടതുകൊണ്ട് നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കും. സൽപ്രവൃത്തികളും മറ്റുള്ള ഒന്നും രക്ഷയ്ക്ക് മുഖാന്തരമല്ലെങ്കിലും രക്ഷിക്കപ്പെട്ടവർ അത് ചെയ്യേണ്ടതാണ്. നാം അതിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളാകേണ്ടതിന് എല്ലാ കാര്യങ്ങളും പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവാനും ദൈവവചനം പ്രമാണിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കും. കർത്താവ് നമ്മോട് പറഞ്ഞു, കർത്താവ് ലോകത്തിന്റെ വെളിച്ചമായിരിക്കുന്നത് പോലെ തന്നെ
നാമും ലോകത്തിന്റെ വെളിച്ചമാകും. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കാൻ പാടില്ല. ആ വെളിച്ചത്തെ പ്രകാശിപ്പിക്കണമെങ്കിൽ നമ്മുടെ ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളിൽ നാം കൂട്ടാളികളായി തീരാതിരിക്കണം. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ ഒരുക്കട്ടെ. ഈ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ഈ ദുഷ്ടലോകത്തിൽ വെളിച്ചം പകരുന്നവരായും വെളിച്ചമുള്ളവരായും ജീവിപ്പാൻ നമുക്കിടയാവട്ടെ. ഗോഡ് ബ്ലെസ്.